നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുർത്തിയുടെ ഡിസൈനാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലെയിൻ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു കുറച്ച് പ്രിൻറ്റഡ് ക്ലോത്തിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കുർത്തി ഡിസൈൻ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ പ്ലെയിൻ മെറ്റീരിയൽ 1.5 മീറ്ററേ ഉള്ളൂ. 1.5 മീറ്റർ തന്നെ തികച്ചില്ല. 1 മീറ്റർ 45 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. 44 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്താണ്. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സ്മോൾ സൈസിലുള്ള കുർത്തിയാണ്. ഇതേപോലെ ഒരു 1.5 മീറ്റർ 44 ഇഞ്ചെങ്കിലും മിനിമം വിഡ്ത്തുള്ള ഒരു ക്ലോത്ത് ആണെങ്കിൽ നമുക്കൊരു മീഡിയം സൈസ് വരെയുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുർത്തിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ആദ്യമേ തുണിയെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുത്തു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കിയെടുക്കുകയാണ്. ഇതേപോലെ 4ആയിട്ട് മടക്കിയെടുത്ത ക്ലോത്തിന് എനിക്കിവിടെ 11 ഇഞ്ചാണ് വിട്ട് കിട്ടുന്നത്. സ്മോൾ സൈസുള്ള ഒരു കുർത്തിക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഹിപ്പ് സൈസ് എനിക്കിവിടെ 9 ഇഞ്ചാണ്. അതിനുശേഷം തയ്യൽ തുമ്പ് കൂടെ എക്സ്ട്രാ ഇട്ട് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ക്ലോത്ത് ഉണ്ട്. മിനിമം 44 ഇഞ്ചെങ്കിലും വിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ ഇതേപോലെ ഈ മെത്തേഡിൽ യൂസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആദ്യമേ ഞാനിവിടെ കുർത്തിയുടെ ലെങ്തിനനുസരിച്ച് തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്കിവിടെ 45.5 ആണ് സീം അലവൻസ് ഉൾപ്പെടെ ലെങ്ത് ആവശ്യം. അത് ഇവിടെ വരെയാണ് വരുന്നത്. ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ക്ലോത്ത്. അതിനുശേഷം ബാലൻസ് ആയിട്ട് എനിക്ക് 12 ഇഞ്ച് ക്ലോത്ത് കിട്ടുന്നുണ്ട്. ഇത് യൂസ് ചെയ്താണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവിന് ആവശ്യമുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം ഇനിയും ഇവിടെ സാധാരണ കുർത്തിയിൽ മാർക്ക് ചെയ്യാറുള്ളത് പോലെ ഷോൾഡറും ആം ഹോളും ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് എല്ലാം മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ കുർത്തിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 32 സൈസാണ് എനിക്ക് ചെസ്റ്റ് വരുന്നത്. അതേപോലെ സ്ലീവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും നെക്കാണ് കട്ട് ചെയ്യാനുള്ളത്. അത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. സാധാരണ കുർത്തിയുടെ കട്ടിങ് പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ കട്ടിങ് കാണിക്കാൻ തരുന്നത്. മുമ്പ് ഞാൻ നോർമൽ കുർത്തിയുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് മടക്കിയെടുത്തതാണ്. ഇനി ഇവിടെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കാം. ഞാനിവിടെ നെക്കിന് വിഡ്ത്തായിട്ട് 3.25 കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇറക്കം ഇതേപോലെ ക്രോസിൽ 12.5 ഇഞ്ചാണ് കൊടുത്തത്. ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റും നെക്കിൻ്റെ ഇറക്കവും തമ്മിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുത്തു. ഇതേപോലെ ഒരു ഷാർപ്പ് വി നെക്കാണ് വരച്ചിട്ടുള്ളത്. ഇനിയും ഇതിൻ്റെ സൈഡിലായിട്ട് 1/2 ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇതേപോലെ നെക്കിന് സൈഡിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എത്രയാണോ നെക്കിന് ലെങ്ത് വേണ്ടിയത് അതുകൂടെ മാർക്ക് ചെയ്യണം. അത് ഞാൻ വിട്ടുപോയി ഇതിൽ മാർക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്കിവിടെ നെക്കിന് ഇറക്കം ആവശ്യം 6.5 ആണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഇതേപോലെ 6.5ൽ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത്. ഇനി സാധാരണ നെക്ക് ഫിനിഷ് ചെയ്യാറുള്ളത് പോലെ ഇതൊരു പീസ് ക്ലോത്തിൽ ഒട്ടിച്ചെടുത്ത് ഫ്രണ്ട് പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ചീത്തവശത്തേക്ക് മറിച്ചെടുക്കണം. നെക്ക് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഈ ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യമേ നെക്കിൻ്റെ ലെങ്ത് കറക്റ്റ് എനിക്ക് 6.5 ഇഞ്ചാണ് നെക്കിന് ഇറക്കം വേണ്ടിയത്. അത് ഞാൻ മുമ്പ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി 2 സൈഡിലും 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ വിട്ട് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ക്യാൻവാസ് ഇല്ലാതെയും ക്ലോത്ത് മാത്രവും വെച്ച്, കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ക്ലോത്ത് മാത്രം ഇതിനുള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാൻവാസ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നെക്കിൻ്റെ കട്ട് ചെയ്തെടുത്ത ഈ ക്യാൻവാസ് പീസ് ഉപയോഗിച്ച്
ഇതേപോലെ വെച്ച് 3 സൈഡിലും 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ വിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ക്യാൻവാസ് ഞാൻ ഈ പീസ് ക്ലോത്തിൽ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതേപോലെ ക്ലോത്ത് ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം കറക്റ്റ് നെക്കിൻ്റെ ഇറക്കം 2 സൈഡിലും മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ പാച്ച് ഇതിനുള്ളിലായിട്ട് സെറ്റ് ചെയ്ത് പിൻകുത്തി പുറമേ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാലൻസ് വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്ത് വെക്കാനായിട്ടും ഞാൻ ഇതേപോലെ ഒരു 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 5.5 ഇഞ്ച് വീതിയും സ്ലീവിൻ്റെ ലെങ്തിനനുസരിച്ചുള്ള ലെങ്തുണ്ട്. സ്ലീവിൽ ലെങ്തിന് ഞാൻ ഇതുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും സാധാരണ കുർത്തിയിൽ ഫിനിഷ് ചെയ്യാറുള്ളത് പോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.